മക്കളെ, ക്ലാസ് 9 പബ്ലിക് എക്സാം നടക്കാൻ പോവാണല്ലേ. അപ്പൊ അതിൽ നമ്മുടെ ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ലെസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മിസ് വന്നേ. അപ്പൊ ഈ ഒരു ഉടായ്പ നിങ്ങൾ ഫുള്ളായിട്ട് മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നത് നിങ്ങൾ കുറച്ചേ പഠിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ തന്നെ. ആൻഡ് ഇത്രയും കഷ്ടപ്പെട്ട് മിസ് ഈ ഉടായ്പൊക്കെ പറഞ്ഞു തരുന്നത് കൊണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് മിസ്സിന് ഇടാട്ടോ. ഓക്കെ, റെഡി? അപ്പൊ വേഗം കേട്ടോ, വീഡിയോ ഒന്ന് ലൈക്കും കൂടി അടിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ടു ലൈഫ്സ് പ്രോസസ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ കഷ്ടപ്പെട്ട് കുറെ പഠിച്ചതായതുകൊണ്ട് ഏകദേശം ഒരു 1 to 2 മാർക്സിന് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. ഓക്കെ, ഒരു 1 to 2 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതലും 1 മാർക്കിന്റെയോ 2 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, ദെൻ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ അതായത് ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് ഉള്ളതാണ്. ഒരു 3 to 4 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതലും എന്ത് ചെയ്യുക, അതിലുള്ള പ്രോസസ്സുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലപോലെ നോട്ട് ചെയ്ത് വെക്കാം. എന്നാലും കമ്പാരിറ്റീവ്ലി ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. കാരണം ഓൾറെഡി നിങ്ങളത് എല്ലാ എക്സാംസിനും ഇതൊന്നും തന്നെയാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇനി റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഒരു 5 to 6 മാർക്സിന് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് ദ മൂവ്മെന്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഓക്കെ, ഇതും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. ഏകദേശം 18 to 20 നിങ്ങൾക്ക് ഈ ഒരു പോർഷന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും നിങ്ങൾക്ക് ഒരു 15 to 16 മാർക്സ് വരെ നിങ്ങൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഏകദേശം ഒരു എന്താ പറയുക ഒരു 5 മാർക്സിന്റെ ഒക്കെ കണക്കിന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്കാണ് ഏകദേശം നമ്മളുടെ വെയിറ്റേജ് വരുന്നത്. ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്ന് മിസ് പറയുന്നില്ല, പക്ഷെ ഏകദേശം നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് നിങ്ങൾ ആലോചിക്കുക. അത് വെച്ച് മിസ് ഒരിക്കലും പറയില്ല ഈ 2 നിങ്ങൾ പഠിക്കരുത് എന്ന്, അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ 9th ഫസ്റ്റ് മുതൽ ഒന്നും പഠിക്കാത്ത ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് പഠിക്കുക അല്ലെ. അപ്പൊ ആ ഒരു നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നത് എന്താ, ഈ ചാപ്റ്ററാ. പിന്നെ അങ്ങോട്ട് നിങ്ങൾ ഉഴപ്പിപ്പോയി എന്ന് വിചാരിക്കുക, നിങ്ങൾ പഠിച്ചില്ല. എക്സാമിന് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ആ ചാപ്റ്റർ മൊത്തം പഠിച്ചാലും നിങ്ങൾക്ക് എത്ര മാർക്കിനെ കിട്ടുള്ളൂ, 2 മാർക്കിനെ മാക്സിമം പോയ ആ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ കിട്ടുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ആ പഠിക്കുന്ന പഠിപ്പ് നമ്മളെ ബിഹൈൻഡ് ദ മൂവ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 18 മാർക്ക് വരെ നിങ്ങൾക്ക് എന്താക്കാം, അവിടെ സെറ്റ് ആക്കാം. സോ അങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മൾ ഈ ഒരു എക്സാമിനെ കാണാം. അപ്പൊ ഇത് ഒരിക്കലും മിസ് ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ട എന്നല്ല പറയുന്നത്, നിങ്ങൾ നല്ലപോലെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഒരു ചാപ്റ്റേഴ്സ് ആണ്. അതിനുശേഷം മറ്റേതിലേക്ക് പോവുക, പഠിച്ചു വെക്കുക. ഓക്കെ, റെഡി? അപ്പൊ ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാൻ, ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ റെഡി എന്ന് പറഞ്ഞിട്ടൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ ചാനലിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ റെഡി എന്ന് പറഞ്ഞിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യാം.